ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു കസ്റ്റഡിയിലായിരിക്കുകയാണ്. പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. ആതിരയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. ആതിര, ഈ കേസിലെ സുപ്രധാനമായ ഒരു കസ്റ്റഡിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുരാരി ബാബുവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? മായ, നേരത്തെ തന്നെ ഈ മുരാരി ബാബു രണ്ടാം പ്രതിയാണ് ഈ കേസിലെ. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചനകളൊക്കെ തന്നെ നേരത്തെ മുതൽ തന്നെ വന്നുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും മുരാരി ബാബുവിനെ ഈ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതിൽ ഇന്നലെ രാത്രി ഏകദേശം 10 മണിയോടുകൂടിയാണ് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം പെരുന്നയിലെ വീട്ടിലെത്തി ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ നേരത്തെ ഈ കസ്റ്റഡിയിലെടുക്കുന്നതിനായി നോട്ടീസ് നൽകുക മറ്റോ ഒന്നും പ്രത്യേക അന്വേഷണ സംഘം ചെയ്തിരുന്നില്ല. മറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തതുപോലെ സമാനമായ രീതിയിൽ തന്നെ മുരാരി ബാബുവിന്റെ വീട്ടിലെത്തി അവിടെ നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്തെ ഈ വിജിലൻസ് ആസ്ഥാനത്തേക്ക് എത്തിച്ച് ഇഞ്ചിക്കലുള്ള ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് നിലവിൽ മുരാരി ബാബുവിനെ എത്തിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് എത്തിക്കുന്നതായി കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് എത്തി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുവാനുള്ള നീക്കത്തിലാണ് SIT ഉള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം 2019 നടന്നിട്ടുള്ള ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ആയാലും അതുപോലെ തന്നെ ഈ സ്വർണ്ണ പാളികളായാലും ഇത് ചെമ്പ് പാളികളാണ് എന്ന തരത്തിൽ രേഖകൾ ഉണ്ടാക്കിയ വ്യാജ രേഖകൾ ചമച്ചതുൾപ്പെടെയുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ മുരാരി ബാബുവിന് എതിരെ ഉണ്ടായിരുന്നു. ഈ കണ്ടെത്തലുകളൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചും അതുപോലെ തന്നെ SITയും ശരിവച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിർണായകമായ വിവരങ്ങളാണ് മുരാരി ബാബുവിൽ നിന്നും ചോദ്യം ചെയ്ത് കണ്ടെത്താനുള്ളത്. പ്രധാനമായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തൊണ്ടി മുതൽ, അതായത് ഈ നഷ്ടപ്പെട്ടു പോയ സ്വർണം കണ്ടെത്തുക എന്നുള്ളതാണ്. കോടതി ആവശ്യപ്പെട്ടതും ഇത്തരത്തിൽ ഈ സ്വർണം എത്രയും പെട്ടെന്ന് കണ്ടെത്താനാണ് SITയോട് ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലൊക്കെ തന്നെ മുരാരി ബാബുവിന്റെ മൊഴിയൊക്കെ വളരെ നിർണായകമാകും. ആദ്യം മുതൽ തന്നെ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. അതുകൊണ്ട് തന്നെ ഈ തെളിവുകളെല്ലാം തന്നെ മുരാരി ബാബുവിന് എതിരായിരുന്നു. നേരത്തെ തന്നെ വിജിലൻസ് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ വിജിലൻസും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ മുരാരി ബാബുവിനെതിരായിട്ടുള്ള ഈ തെളിവുകളൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നതാണ്. ഈ വ്യാജരേഖ ഇത്തരത്തിൽ മഹസറിൽ ഇത് ചെമ്പുപാളികളാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തെളിവ് വ്യാജരേഖയുണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് ഈ മുരാരി ബാബുവിനെതിരെ വിജിലൻസിന്റെയും പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് നേരത്തെ സൂചനയുള്ളതായിരുന്നു. അതിന് പ്രകാരമാണ് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി മുരാരി ബാബുവിനെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്നത്. മുരാരി ബാബുവിൽ നിന്നും ഇനി കണ്ടെത്താനുള്ളത് ഈ 1998 ഇത്തരത്തിൽ വിജയ് മല്യ ഈ സ്വർണം പൂശുന്നത്. പക്ഷേ അത് ചെമ്പ് പാളികളായിരുന്നു എന്നാണ് മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായി മഹസറിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നത്. ഈ സ്വർണത്തിന് പകരം ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി വ്യാജമായി കൃത്രിമ രേഖയുണ്ടാക്കി എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ അന്വേഷണ സംഘം ഈ മുരാരി ബാബുവിനെതിരെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്വർണത്തിന് പകരം ചെമ്പ് എന്നെഴുതാനുള്ള ആ ഒരു ധൈര്യം, അതിന് പിന്നിൽ ഏത് ഉന്നതരാണ് ഇത്തരത്തിൽ ആർക്കു വേണ്ടിയാണ് ഹൈക്കോടതി ഇന്നലെ അടക്കം സൂചിപ്പിച്ചതുപോലെ ആർക്കു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഗൂഢാലോചനകളൊക്കെ നടത്തിയത് എന്നുള്ള കാര്യത്തിലടക്കം ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് പുറത്തു വരുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ഒപ്പം മറ്റ് ഈ പ്രതിപട്ടികയിലുള്ള മറ്റു പ്രതികളിലേക്കുള്ള ഒരു കസ്റ്റഡിയിലേക്കടക്കം ഇനി നീങ്ങാൻ തന്നെയല്ലേ സാധ്യത? മായ, തീർച്ചയായും. കാരണം ഈ മുരാരി ബാബു ഇത്തരത്തിലൊരു ഈ ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായിരുന്നു മുരാരി ബാബു. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഇത് ഒറ്റയ്ക്കാണോ ചെയ്തത്, ഇത്തരത്തിലൊരു വ്യാജരേഖ ചമയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തത് ഒറ്റയ്ക്കാണോ, മറിച്ച് ദേവസ്വം ബോർഡിലെ മറ്റു ഉദ്യോഗസ്ഥരുടെ സഹായം ഇതിൽ ഉണ്ടായോ എന്ന കാര്യമൊക്കെ തന്നെ അന്വേഷണ സംഘം അന്വേഷണ പരിധിയിലാണ്. അതൊക്കെ തന്നെ അന്വേഷിക്കും. ഈ 2 കേസുകളിലും ഈ മുരാരി ബാബു പ്രതി
പ്രതിയാണ്. ഒന്നിൽ 2ാം പ്രതി, മറ്റൊന്നിൽ 3ാം പ്രതി. ഇത്തരത്തിൽ 2 കേസുകളിലും മുരാരി ബാബു പ്രതിയാണ്. മാത്രമല്ല മറ്റു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലേക്കും ഒക്കെ തന്നെ അന്വേഷണം നീളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വ്യാജരേഖ ചമച്ചത്, അതിന് മറ്റാരുടെയെങ്കിലും ഒക്കെ സഹായം ഉണ്ടായിരുന്നെങ്കിൽ അത് ആരൊക്കെയാണ്, എന്തിനു വേണ്ടിയായിരുന്നു, അവർക്ക് പ്രതിഫലമായി എന്തൊക്കെയാണ് ലഭിച്ചത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പരിധിയിലാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണം നടക്കും. 2019 മുതൽ ഈ മോഷണം, കവർച്ച നടക്കുന്നത് മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിലെ കവർച്ച എന്തൊക്കെയായിരുന്നു, അവിടെ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ എന്തൊക്കെയായിരുന്നു എന്നതുൾപ്പെടെ അന്വേഷണ സംഘം അന്വേഷിക്കും. നിലവിൽ ഈ സ്വർണം വീണ്ടെടുക്കുക, ഈ കവർച്ച ചെയ്യപ്പെട്ടുള്ള സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ മുൻപിലുള്ള വെല്ലുവിളി. ഈ തൊണ്ടി മുതൽ ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അന്വേഷണത്തിന് കൂടുതൽ വ്യക്തതയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണ സംഘം ഉടൻ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിന് എത്തിക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയുള്ള തെളിവെടുപ്പ്, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും നിലവിൽ അത്രയും നിർണായകമായിട്ടുള്ള ഒരു പ്രതിയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മുരാരി ബാബുവിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇതിനെ സംബന്ധിച്ച് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഒരുപക്ഷെ സ്വർണം വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളും മുരാരി ബാബുവിൽ നിന്ന് ലഭിച്ചേക്കാം. നിലവിൽ ഏതായാലും നിർണായകമായ ഒരു പ്രതിയെയാണ്, അല്ലെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായ മുരാരി ബാബുവിൽ നിന്നും നിർണായകമായ വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ SIT. അതിനെ അതുപോലെ തന്നെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി അറസ്റ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക, ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടെ ഇരുത്തി ചോദ്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് തന്നെ ആയിരിക്കില്ലേ വരും മണിക്കൂറിൽ SIT നീങ്ങുക? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലെ മൊഴികളിലുള്ള വൈരുദ്ധ്യം. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിലേക്കൊക്കെ SIT സംഘം നീങ്ങിയത്. അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മുരാരി ബാബുവിന്റെ കസ്റ്റഡിയായിരുന്നു. മുരാരി ബാബുവിനെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇതിനുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യലിലേക്കൊക്കെ തന്നെ SIT കടക്കും. അതിനുശേഷമായിരിക്കും ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നീണ്ടുപോയതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയും നിലവിൽ മുന്നിലുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിലായിരിക്കും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുക. മാത്രമല്ല സ്മാർട്ട് ക്രിയേഷൻസ് നിലവിൽ ഈ കേസിൽ പ്രതിയല്ല. ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ അവരുടെ മൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. ഒരുപക്ഷെ അവരെയും പ്രതി ചേർക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. ഈ ഉടമയെയും വിളിച്ചിരുത്തി ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഉടമയെയും മുരാരി ബാബുവിനെയും ഒക്കെ ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്കും SIT കടന്നേക്കും. ഈ കേസിനെ ബലപ്പെടുത്താനുള്ള കൂടുതൽ തെളിവുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്ന് തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പ്രതിപട്ടികയിലാണ്. അവരെല്ലാവരും തന്നെ കുരുക്കിലാണ്. ആ ഒരു മൊഴി ഉറപ്പിക്കാൻ, ആ മൊഴിയെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇനി SITക്ക് ആവശ്യം. ആ തെളിവുകൾ ഉണ്ടാക്കുന്നതിനായി, അല്ലെങ്കിൽ ആ തെളിവുകൾ ലഭിക്കുന്നതിനായി ഇവരെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലൊക്കെ തന്നെ ഉപകാരപ്പെടുമെന്നുള്ളൊരു വിലയിരുത്തലിലാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം. ഏതായാലും ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ മറ്റ് മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള അന്വേഷണവും ഇനിയുള്ള മറ്റ് SITയുടെ നീക്കങ്ങളും. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചനയിൽ പ്രധാനി എന്ന് കരുതുന്ന SIT കരുതുന്ന മുരാരി ബാബുവിനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുകയാണ്. വരും മണിക്കൂറുകൾ ചോദ്യം ചെയ്യലിൽ നിന്ന് സുപ്രധാനമായ വിവരങ്ങളൊക്കെ SITക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആതിരയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.